ടസർ കാൻവാസ്, ടസർ പ്യുവർ ടസറിനകത്ത് കാന്ത എംബ്രോയിഡറി ഡിഫറെന്റ് ലുക്സിനകത്ത് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല കുറച്ച് കളേഴ്സിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടസർ ലവേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഹാൻഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഒത്തന്റിക് ആയിട്ടുള്ള ഹാൻഡ് ആയിട്ടുള്ള കാന്തയുടെ ഒരു കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കാണാം. എൻ്റെ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിനകത്ത്, നേവിയുടെ ക്ലോസ് പീകോക്ക് ബ്ലൂവിന്റെ നേവിയുടെ എന്തൊക്കെയായിട്ടുള്ള ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഹാൻഡ് ആയിട്ടുള്ള കാന്ത എംബ്രോയിഡറി, അത് നല്ല ഫൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ അത്ര തിക്കായിട്ടുള്ള യാൻസ് അല്ല, സ്റ്റാൻഡ്സ് ഒക്കെ ആക്ച്വലി വളരെ തിന്നായിട്ടുള്ള ഡബിൾ സ്റ്റാൻഡിലൊക്കെയാണ് വന്നിരിക്കുന്നത് എനിക്ക് യാൻസ് ആ ലുക്കിൽ കൊടുത്തിട്ട്. ആൻഡ് അതിനകത്തൊരു ജോമെട്രിക് പാറ്റേണും കൂടെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ബോഡി ഫുള്ളായിട്ട് നമ്മുടെ ടൈ ആൻഡ് ഡൈനെ റെപ്ലിക്കേറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അത് സ്ക്രീൻ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഒരു ലഹരിയ പാറ്റേൺ പോലെ അതിൻ്റെ ആ ലുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് പല്ലു നല്ല റിച്ച് ആയിട്ട് ഷോർട്ട് പല്ലുവാണ്. ആൻഡ് അതിനകത്ത് റിച്ച് ആയിട്ട് തന്നെ ചെയ്തേക്കാണ്. കളർ കോമ്പിനേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് വൈറ്റ് വരുന്നത് കളർ ഗ്രീൻ ആൻഡ് കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടിരിക്കുന്നൊരു ബ്ലൂവിന്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ബോർഡറിൽ വരുന്നുണ്ട്, രണ്ട് ബോർഡറും ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസും റണ്ണിങ് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഒരു എംബ്രോയിഡറി പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിനായിട്ട്. നെക്സ്റ്റ് വണ്ണിന്റെ ലുക്ക് ഇതൊരു പീച്ച് ടോൺ ആണ്, ഒരു സട്ടിൽ ലൈറ്റ് പേസ്റ്റൽ പീച്ച് എന്നാണെങ്കിൽ പറയാം. പൈപ്പിംഗ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. മിക്ക സാരീസിനകത്തും പൈപ്പിംഗ് ഫിനിഷിംഗ് വരുന്നുണ്ട്. അതിന്റെ നെക്സ്റ്റ് ലുക്ക് ഇതിനകത്തും ഒരു ഷെയ്ഡഡിയാണ് ആഗ്നി ഓലിവ് ഗ്രീനിന്റെ തന്നെ ഷെയ്ഡഡിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് ബോർഡർ പാറ്റേൺ. ഇതിന്റെ പല്ലു കുറച്ചും കൂടി ഒരു ബ്രോഡർ ലുക്കിലാണ് വന്നിരിക്കുന്നത്. വെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബോഡി പ്ലെയിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട്. അതാണ് ലുക്ക്. ആൻഡ് ബ്ലൗസ് വരുന്നത് ആണെങ്കിൽ ബ്ലൗസ് പീസ് എല്ലാത്തിനകത്ത് വെയർ ചെയ്തേക്കുന്നത്. ആൻഡ് സ്ലീവ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പൈപ്പിങ്ങിന്റെ കൂടെ തന്നെ ഒരു ഹെവിയർ ആയിട്ട് ഒരു ബോർഡർ പാനലിനോട് എല്ലായിടത്തും ഒരു ബാക്കിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടും എംബ്രോയിഡറി സ്റ്റേജ് ചെയ്യാനും കൂടെ ആയിട്ടാണ് ആ ലുക്ക് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒരു അനിയൻ പിങ്കിന്റെ തന്നെ ഒരു വേരിയേഷൻ ആണ്. അതിനകത്ത് ഡാർക്ക് പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന യാൻസ് ആണ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഒരു എല്ലാം ഡിഫറെന്റ് റേഞ്ചാ. എന്തായാലും ഒരു 9 ബിറ്റ്വീൻ ആ ഒരു ക്ലോസ് ടു 9 റേഞ്ചിലാണ് എല്ലാം വന്നിരിക്കുന്നത്. അതിന്റെ ജനറൽ ലെവലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓരോത്തിന്റെ വർക്കിന്റെ ഇന്റൻസിറ്റി ഫീച്ചർ അനുസരിച്ചിട്ടാണ്. ദിസ് ഇസ് ചിക്കൻ കറി ലുക്ക്. നമ്മൾ ഷാഡോ വർക്കിലൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ വർക്ക് എല്ലാത്തും കൊടുത്തേക്കുന്നുണ്ട്. ഇത് ടസർ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ ദിസ് ഇസ് ചിക്കൻ കറിയിലാണ് ഈ ഒരു ഫ്രണ്ട് ലോങ് കാട്ടി സ്റ്റിച്ചും. പിന്നെ ആ ഒരു behind this we have the cross embroidery pattern. Paisley ആണ് നമുക്ക് മോഡിഫൈഡ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് പല്ലു റിച്ച് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസിനകത്ത് ഒരു ബാക്ക് പാനൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി ലുക്കിലാണ് വരുന്നത്. ടോപ്പ് ടോപ്പ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. then we have a blue. ഇതൊരു സ്കൈ ബ്ലൂവിനെക്കാട്ടും ഡാർക്ക് ടോണിലാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോ കണ്ട സാരിയുടെ ഒരു വേരിയേഷൻ, കളർ വേരിയേഷൻ ആയിട്ട് ചെറിയ ഡിഫറൻസസ് അതിനകത്ത് വരുന്നുണ്ടാവും. പല്ലു റിച്ച് ആൻഡ് ബോഡിയിലും ഫേസിലും വരുന്നുണ്ട്. ബോർഡേഴ്സിനകത്തും ഈ ഒരു പേസ്റ്റിന്റെ തന്നെ ഒരു വേരിയേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. This is the blouse piece. Border and we have this same work for full back panel work വരുന്നുണ്ട്. അതിന്റെ ഒരു ഇൻസൈഡ് പോർഷൻ. അപ്പൊ രണ്ട് ടോണിൽ വരുന്ന അതൊരു ലൈറ്റ് ബ്ലൂവും വൈറ്റിന്റെ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. വൈറ്റ് ബ്ലൗസിന്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാൻ കേട്ടോ. വൈറ്റ് ടോൺ വരുന്നെന്ന് പറഞ്ഞിട്ടാ നെക്സ്റ്റ് ലുക്ക് ഇതേപോലെ തന്നെ ഷെയ്ഡഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ തന്നെയാണ് അത് എംബ്രോയിഡറി ഡിസൈൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ക്ലോസർ ടു എ ടീൽ ബ്ലൂ ഷെയ്ഡ്.
ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ബോഡി ഡിസൈൻ ഏകദേശം ഒരു 1.5 to 2 ഇഞ്ചിനകത്താണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബാക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ടീ ടോണിന്റെ അടുത്തിട്ട് ഷെയ്ഡഡ് ആയിട്ട് വന്നിരിക്കുന്ന കോട്ടൺ യാർൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. പിങ്ക് ടു ലാവൻഡർ അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഇതിന്റെ ഒരു വേരിയേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പീച്ചിന്റെ കൂടെ ഗ്രീൻ കണ്ടത് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു പല്ലുവിന്റെ സെന്റർ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മോട്ടീഫ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ ഇതായിട്ട് കാണുന്ന രീതി നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേക്ക് I would really suggest you to wear it as simple pleat. അപ്പോഴാണ് അതിന്റെ ഒരു ഫുൾ ഭംഗി കാണാൻ പറ്റുക. വെയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് ടസറാണ്. ടസറാണത്തേക്ക് ഡെഫിനറ്റ് ആയിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സോഫ്റ്റ് ടസറാണ് കേട്ടോ അത് വരുന്നത്. That was a pink and teal combination. നമുക്ക് നേരത്തെ കണ്ട സാരിയുടെ വേറെ ഒരു ഷെയ്ഡാണ് അത് വരുന്നത്. പിസ്താഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. വേറെ ചെയ്യുമ്പോൾ ഒരു ലുക്കിന്റെ ജസ്റ്റ് ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോയത്തേന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. So this is the next one. Lavender കൂടെ white combination is always going to be an evergreen look. നമുക്ക് പാൽ ബ്ലൗസിന്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം. അല്ലെങ്കിൽ പാൽ ആക്സസറി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള രീതിക്ക് തന്നെ പാൽ ആക്സസറി വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. This is a pinkish red shade. And look വരുന്നത് ബോർഡറിൽ ഫുൾ ആയിട്ട് ചെറിയൊരു പിങ്ക് ടോൺ കൊടുത്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ബ്ലൗസിന്റെ ലുക്ക് വരുന്നത് ഇതാണ്. ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ബ്ലൗസ് സോളിഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിത്ത് ബോർഡർ പാറ്റേൺ ഫോർ ദി സ്ലീവ്സ്. നെക്സ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അതേ കളറാണ്. പക്ഷെ എൻ്റെ ബോർഡർ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഞാനൊരു വേറെ ചെയ്തേക്കുന്നത് സിക്സാക് ഡിസൈനും ഇതിനകത്തൊരു തേർഡ് കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു ടീ ടോൺ ഷെയ്ഡ്സ് ഒക്കെ കൂടെ ചെയ്തിട്ട് ജോമെട്രിക് പാറ്റേൺ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പല്ലു വരുന്നതിൻ്റെ ലുക്ക്. ബോർഡറിൻ്റെ തന്നെ റിപ്പീറ്റ്സ് ആണ് പല്ലുവിന് കൊടുത്തേക്കുന്നത്. ടസോസിൻ്റെ അകത്ത് പ്രീമിയം കളക്ഷൻ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്. ലിമിറ്റഡ് സ്റ്റോക്കിലാണ് ഇങ്ങനത്തെ കളക്ഷൻസ് എപ്പോഴും വരാറുള്ളത്. SHFന്റെ ഡിഫറെന്റ് കോഡ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. www.aham.store. ഇന്നൊരു ഒക്കേഷണൽ വെയർ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ടസറിനകത്ത് വന്നിരിക്കുന്ന സൽവാർ സെറ്റ്. ആൻഡ് ഇത് നമുക്ക് ഫുള്ളായിട്ട് ഒരു സെറി എംബ്രോയിഡറി ചെയ്ത് ഹാൻഡ് എംബ്രോയിഡറിയിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് ജർദോസിയുടെ സ്മോൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതൊരു കുഞ്ഞു ഡീറ്റെയിൽ ആണെങ്കിൽ നല്ലതിനെ കുറച്ച് എലഗൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫുള്ളി ഹെവിലി വർക്ക്. നമുക്കൊരു റിച്ച് ലുക്കിൽ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ടസർ സൽവാർ സെറ്റ് 3 ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് കേട്ടോ. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ടസർ നമുക്കറിയാം ഒരു ജെറ്റ് ബ്ലാക്ക് വരത്തില്ല. അതിനൊരു നല്ലൊരു മെറ്റാലിക് ടോൺ വരുന്ന ബ്ലാക്ക് ആണ്. ആൻഡ് ദെൻ വി ഹാവ് പിങ്ക് ഷെയ്ഡ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്. നമുക്ക് ഫേസിന് നല്ല ഭംഗി കിട്ടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ദെൻ ലാസ്റ്റ് നമുക്കൊരു നല്ല ക്രീം ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. എല്ലാം നല്ല ഗ്രാൻഡ് കളേഴ്സാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ഓഫ് വൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഗോൾഡൊക്കെ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ടോൺ ഇസ് ആക്ച്വലി റിയലി പ്രിറ്റി. അപ്പോൾ എൻ്റെ ഫുൾ ലുക്ക് വന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ഒരു ട്രഡീഷണൽ നെക്ക് ലൈൻ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ട്രഡീഷണൽ നെക്ക് ലൈൻ പാറ്റേൺ ആ ഒരു റൗണ്ട് നെക്കോട് കൂടി തന്നെ ഇടുമ്പോഴത്തേക്ക് ശരിക്കും ഒരു പ്രത്യേക ഭംഗിയുമാണ് കേട്ടോ. ആൻഡ് ടസറിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ട ലൈറ്റ് വെയ്റ്റ്, നല്ല പ്യോർ ടസറാണ് കേട്ടോ. ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിലാണ് നമുക്ക് എപ്പോഴും ടസർ കിട്ടുന്നത്. ആൻഡ് ദെൻ വി ഹാവ് സെറി എംബ്രോയിഡറി ഓൾ ഓവർ ആയിട്ട് സ്കാറ്റേഡ് വന്നിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പോൾക്ക ഡോട്ട് പോലെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പേസ്ലി ഫ്ലോറൽ ലുക്കും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ട്രഡീഷണലായിട്ട് നമ്മളെപ്പോഴും കാണുന്നൊരു പാറ്റേണിൽ തന്നെയാണ് ഇതിനകത്ത് ഒരു ഇത് ചെയ്തേക്കുന്നത്. ബോർഡർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വിത്ത് സീക്വൻസും കൂടെ ആയിട്ടാണ് കേട്ടോ. ട്യൂബ് ഡീറ്റെയിൽ പോലെ അതിനകത്ത് ഒരു ജർദോസി നമ്മൾ സാധാരണ കാണുന്നത് ട്യൂബിലാണ്. ആൻഡ് ഒരു
ലൈറ്റ്ലി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ടോണിൽ വന്നിട്ടുള്ള ഒരു റെയിൻബോ ഷെയ്ഡ് വരുന്നുണ്ട്, ലൈറ്റ് ഗോൾഡ് ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സീക്വൻസ് ഡീറ്റെയിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് നെക്ക് പാറ്റേൺ വിത്ത് ഡീറ്റെയിൽ. ആൻഡ് ഇതിനകത്ത് നമുക്ക് സറ്റൂണാണ് അതിൻ്റെ ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് 2 ഷെയ്ഡ്സും കൂടി ഓപ്പൺ ചെയ്തൊന്ന് കാണാം. ദുപ്പട്ടയൊക്കെ എല്ലാം സെയിം ഡീറ്റെയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ്. സ്ലീവിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സ്ലീവ് കിട്ടത്തില്ല, എനിക്ക് തോന്നുന്നു ഒരു എൽബോ ലെങ്ത് സ്ലീവ് വരുന്ന രീതിയിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ട സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ആൻഡ് പിങ്ക് വണ്ണിൻ്റെ അകത്ത് ഫ്ലോറൽ ഡീറ്റെയിലൊക്കെ ചെറിയ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മോട്ടീഫിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈനിന് സ്മോൾ ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വന്നിരിക്കുന്ന അതേ ഡീറ്റെയിൽ തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത്. സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേണിൻ്റെ അകത്ത് അതിൻ്റെ ഫുൾ ലുക്ക്. നല്ല ഭംഗിയായിട്ട് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്നത്. സറ്റൂൺ ബോട്ടം. വെരി കംഫർട്ടബിൾ ആണ്. നമുക്ക് ടസേഴ്സ് നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആണ്. ഒരുപാട് നാളിരിക്കും. ടസേഴ്സ് നമുക്ക് പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. ആ ഒരു ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അതാണ് ടസേഴ്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 7,000 അബവ് റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ വരുന്നത്. ഗോൾഡൻ ഷെയ്ഡ്സ് എപ്പോഴും ഒരു ഗ്രാൻഡ് ലുക്കിലാണ് വരാറുള്ളത്. അതേപോലെ തന്നെ ഭയങ്കര ഗ്രാൻഡ് ലുക്കിൽ 1,999 റേഞ്ചിൽ വന്നിരിക്കുന്ന കോറ ബനാറസി സാരി. അത് ഒരു യുണീക്ക് സ്റ്റൈലിലാണ് കേട്ടോ അതിൻ്റെ വീവിങ് ഫുള്ള് വന്നിരിക്കുന്നത്. അപ്പോൾ പോർഷനിൽ ഫുള്ളായിട്ട് ആ ഒരു ബനാറസിയുടെ തന്നെ ലൈറ്റ് ഗോൾഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ലീഫ് പാറ്റേൺ ബോഡി ഫുള്ള് വരുന്നുണ്ട്. അപ്പോൾ ഹാഫ് അല്ല, ഓൾമോസ്റ്റ് ഒരു 2/3 അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ലോ പോർഷനിലോട്ട് ഒരു ലൈൻ വീവിങ് പാറ്റേണിൽ ഒരു ഓഫ് വൈറ്റ് ടോണിൻ്റെ അകത്ത് ഒരു സിൽവറി ഓഫ് വൈറ്റ് ടോണും പിന്നെ അതിനകത്ത് ഒരു ആൻറ്റി ഗോൾഡിൽ യൂസ് ചെയ്തേക്കുന്നുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് ഫുള്ളായിട്ടൊരു ഫ്ലോറൽ ഡിസൈനും കൂടെ ആയിട്ടൊരു ജാൽ ലുക്കാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഔട്ടർ എഡ്ജിൽ ഒരു തിന്നായിട്ടുള്ളൊരു ബോർഡർ പാറ്റേൺ ദാറ്റ്സ് ഇൻ റാണി പിങ്ക് ഷെയ്ഡ്. ആൻഡ് പല്ലു ഷോർട്ട് ബനാറസി പല്ലു ഫുള്ളി വോവൺ വിത്ത് ലീഫ് പാറ്റേൺ ആണ്. അതിനകത്ത് ചെക്ക് ബോക്സസിൻ്റെ അകത്ത് ആ ഒരു ലീഫ് പാറ്റേൺ ആൻറ്റി ഗോൾഡിലാണ് വീവ് ചെയ്തേക്കുന്നത്. ആൻഡ് ദ ബ്ലൗസ് ഇസ് ഓൾസോ ഹെവി. നല്ല ബനാറസി ഫുള്ളായിട്ട് തന്നെ കേട്ടോ ബ്രൊക്കേഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ആൻറ്റി ഗോൾഡിൻ്റെ ഒരു വീവിങ് പാറ്റേൺ ഫുള്ള് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കോൺട്രാസ്റ്റ് ബ്ലൗസായിട്ട് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി പ്രിറ്റി. ആൻഡ് ഓൾ ഓവർ ആ ഒരു യുണീക്ക് സ്റ്റൈലിൽ ഒരു ലുക്കും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഉടുക്കാനൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാവർക്കും ഉടുക്കാൻ പറ്റും. വർക്ക്ഡ് ആയിട്ടുള്ള ബ്ലൗസസും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഗോൾഡൻ ടോൺസും ഇതേപോലെ തന്നെ റാണി പിങ്ക് ഷെയ്ഡ്സ്. റാണി പിങ്ക് ഒരു ഭംഗിയായിരിക്കും. ഗോൾഡൻ ബ്ലൗസസ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലൈറ്റ് ടോണിൽ വരുന്ന ആ ഒരു എലഗൻസ് ഉണ്ടല്ലോ, തിന്നായിട്ട് ആ ഒരു ഷെയ്ഡ് കളർ ഇതിനകത്ത് എഡ്ജിൽ മാത്രം വരുന്ന ലുക്കിലും കൂടെ. അപ്പോൾ 1,999 റേഞ്ചിലാണ് ഈ സാരീസ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആൻഡ് ഇൻ എ ഗുഡ് റേഞ്ച്. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. www.aham.store AL149 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്.